എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആനി പറഞ്ഞതനുസരിച്ച് നന്ദു 10 മണിയൊക്കെ കഴിഞ്ഞത്തേക്കും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് കറക്റ്റ് 2 പേരെയും കൊണ്ട് വരുവാണ് 2 കോൺസ്റ്റബിൾസ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് അവർ കാർ ആക്സിഡൻ്റ് ആക്കി ഒരു 6 വയസ്സുള്ള പെൺകുട്ടിയെ കാർ കൊണ്ട് ഇടിച്ചു. എന്നിട്ട് അവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നതാണ് ഇവർ 2 പേരെയും. അതിലൊരുത്തൻ വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാ വെള്ളം അടിച്ചവനാണോ മദ്യം കഴിച്ചവനാണോ വണ്ടി ഓടിച്ചത് എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ വന്നു കഴിയുമ്പോൾ അവന്മാർ ഭയങ്കര മോഡാ. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാഡത്തിന് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അതിനകത്ത് മദ്യം കഴിച്ചവൻ പറയുന്നത്. അത് കേൾക്കുമ്പോഴേ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. നന്ദു, നീയൊക്കെ പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചു. കണ്ടിട്ടുണ്ടെങ്കിൽ നീയൊക്കെ നല്ല ഫിറ്റാണല്ലോ, നീ മദ്യം കഴിച്ചിട്ടില്ലേടാ എന്ന് ചോദിക്കുമ്പം ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനല്ലല്ലോ വണ്ടി ഓടിച്ചത്, അപ്പോൾ പിന്നെ എന്നെ ശിക്ഷിക്കാൻ വകുപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യം വന്നിട്ട് നന്ദു ഇങ്ങനെ നോക്കുമ്പോൾ മേഡം എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നവൻ പറയും. അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും നന്ദുവിന്. നന്ദു അവൻ്റെ കരണം തീർത്തോർണം കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവന്മാരെ ഇന്ന് വിടണ്ട, മെഡിക്കൽ എടുത്തിട്ട് ഞാൻ ആ സ്പോട്ടിൽ പോയി CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ, എന്നിട്ട് ക്ലാരിഫിക്കേഷൻ വന്നിട്ട് ഇവന്മാരെ വിട്ടാൽ മതി, എടുത്ത് അകത്തിട്ട് രണ്ടെണ്ണത്തിനെയും എന്ന് പറയും. അന്നേരം കൂടെയുള്ളവൻ പറയുന്നുണ്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന്. അന്നേരം നിൻ്റെ കൂടെയുള്ളവൻ ഇവൻ മദ്യപിച്ചാണല്ലോ, അപ്പോൾ രണ്ടെണ്ണത്തിനെയും മെഡിക്കൽ എടുത്തിട്ടേ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ സെല്ലിലേക്ക് ആക്കാൻ പറയുവാണ് നന്ദു. അത് കഴിഞ്ഞ് തിരിച്ച് ഓഫീസ് റൂമിലേക്ക് ക്യാബിനിലോട്ട് കയറി പോകും. കാരണം ഇവന്മാരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം സൗന്ദര്യമൊക്കെ ഒന്ന് കുളമായി പോയല്ലോ, ഒന്ന് സെറ്റാക്കാൻ വേണ്ടി കയറുന്നതാണ്. കണ്ണാടി നോക്കിയിട്ട് ഈശ്വര, ദേഷ്യപ്പെട്ട് അത്രയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത്തിരി സൗന്ദര്യം കുറഞ്ഞു പോയി. അവൻ എന്നെ എന്നും കാണുന്നതാണ്, പക്ഷേ ഇന്ന് ബർത്ത്ഡേ ഗേളല്ലേ, അപ്പം ഞാൻ ഇത്തിരി സുന്ദരിയായിട്ടൊക്കെ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് തലമുടിയൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ട് വീണ്ടും അവിടുന്ന് ഇറങ്ങി പോരാൻ തുടങ്ങും കേട്ടോ. നന്ദു പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും കറക്റ്റ് അങ്ങോട്ട് നവീൻ വരുവാണ്. നവീൻ വന്ന് ഇറങ്ങിയിട്ട് നന്ദു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പം നവീനേട്ട ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ്, എനിക്കൊന്ന് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ടല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ ഇത്ര തിരക്ക് കാണിക്കുന്നത്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇപ്പോൾ 2 പേരെ ഇപ്പം സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നില്ലേ, അവരെക്കുറിച്ച് സംസാരിക്കാനാണ് എന്ന് പറയുമ്പം അവന്മാരും മദ്യപിച്ചിട്ടുണ്ട്. അതുമല്ലാതെ 6 വയസ്സായ ഒരു കൊച്ചിൻ്റെ മേത്ത് ഇടിച്ച് വണ്ടി കയറ്റിയിട്ടാണ് അവന്മാർ വന്നത്, അവരെപ്പറ്റി സംസാരിക്കാനാണോ എന്ന് ചോദിക്കും. അന്നേരം പ്ലീസ് നന്ദു എൻ്റെ കൂടെ ഒന്ന് വന്നേ, എനിക്കൊരു തൻ്റെ ഹെൽപ്പ് വേണമെന്നൊക്കെ പറയുവാണ്. നവീൻ അങ്ങനെ പറയുമ്പം നന്ദുവിന് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കൂടെ കയറി പോവുക കേട്ടോ. അന്നേരം അവിടെ നിൽക്കുന്ന 2 കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്, എടാ നമ്മൾ ആ കാര്യം പറഞ്ഞില്ലല്ലോ മാഡത്തിനോട്, ഇനി തിരിച്ചിറങ്ങി വരുമ്പം പറയാലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവർ ഓഫീസ് റൂമിൽ പോയി ഇരുന്ന് സംസാരിക്കുകയാണ് അവരെക്കുറിച്ച്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട് അവന്മാരുടെ കയ്യിൽ തെറ്റൊന്നുമില്ല, വണ്ടി ഓടിച്ചത് മദ്യപിക്കാത്ത ആൾ തന്നെയാണ്, ഞാൻ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഒരു ദമ്പതി ഒരു അച്ഛനും അമ്മയും കൊച്ചൂടെ ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ ആ കൊച്ചു ഓടി വന്ന് റോഡിലോട്ട് കയറിയത് കൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അതുമല്ല ഇവരുടെ വണ്ടി പതുക്കെയായിരുന്നു, അതുകൊണ്ട് കൊച്ചിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് ബ്രേക്ക് ഇടുകയൊക്കെ ചെയ്തു, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട് അവന്മാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല, സംസാര രീതിയും ശരിയല്ല, ഈ പ്രായത്തിൽ ഇങ്ങനെ മദ്യപിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ ഇവനൊന്നും, അതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അവൻ്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നന്ദുവിന് അത് പെട്ടെന്നൊന്ന് തീർത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നവീനോട് ബർത്ത്ഡേ ആണെന്ന് പറയാനും പറ്റില്ലല്ലോ. ഈ സമയം അനിയാണ് വെയിറ്റ് ചെയ്ത് മടുത്തു, 11:30 കഴിഞ്ഞു കേട്ടോ. അനി ആകെ ടെൻഷനില്ല, എത്ര സമയമായി അവൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത്, അവളെന്താ വരാത്തേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് വോയിസ് വിടുക, നന്ദു സമയം ആകാറായി, 12 മണി ആകാറായി, നീ എന്താ വരാത്തേ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമല്ലേ എന്ന് ചോദിച്ചൊരു വോയിസ് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നുമുണ്ട്. അപ്പം നവീൻ ഉള്ളത് കൊണ്ട് നന്ദുവിന് ആ വോയിസ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്കും കോൺസ്റ്റബിൾസ് അവന്മാരെ കൊണ്ട് അവരുടെ ഓഫീസ് റൂമിലേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം നന്ദു 2 ചീത്തയൊക്കെ പറയും അവരെ, എന്നിട്ട് മര്യാദയ്ക്ക് നടന്നോണം, ഇനി മേലാൽ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ പരിപ്പെടുക്കുക എന്നൊക്കെ പറഞ്ഞ് 2 പേടിപ്പിക്കും. എന്നിട്ട് സൈൻ ചെയ്തിട്ട് പോകാൻ പറയും. അതിന് സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ സൂക്ഷിച്ച് നോക്കുക നന്ദുവിനെ. അന്നേരം അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്, ഒന്നാതെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അന്നേരം നവീൻ പറയുന്നുണ്ട്, കിട്ടിയത് വരവ് വെച്ചിട്ട് പെട്ടെന്ന് പോകാൻ നോക്കടാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ന് പറയും. അവന്മാരേതായാലും പുറത്തേക്ക് പോകുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, നവീനേട്ട എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന്. അന്നേരം നവീൻ ചോദിക്കും എന്താ ഇത്ര തിരക്കെന്ന്. അന്നേരം ഒന്നുമില്ല, 12 മണി ആകാറായില്ലേ അതുകൊണ്ടായെന്ന് പറയുമ്പോൾ എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുക. അന്നേരം വേണ്ട, ഞാൻ സ്കൂട്ടർ കൊണ്ടാവുന്ന, ഞാൻ സ്കൂട്ടറിന് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 2 പേരുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേക്കും ഈ പറഞ്ഞ കോൺസ്റ്റബിൾസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ നന്ദുവിനോട് പറയുവാണ്, മാഡം ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു കാര്യം
സംസാരിക്കാനുണ്ടെന്ന്. എന്താണ് എന്ന് ചോദിക്കുമ്പം ഞങ്ങളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്, ഇന്ന് മേഡത്തിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടി ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാണ്. അന്തേക്ക് നവീൻ ആഹാ തൻ്റെ ബർത്ത്ഡേ ആണോ, എന്നിട്ട് എന്നോട് പറഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പം നന്ദു മനസ്സിലോർക്കുന്നുണ്ട്, ഓ ഇനി നവീനോട് ഞാൻ എന്ത് പറയുമെന്ന്. എന്നിട്ട് പറയും നവീനേട്ട ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ നാളെയാണ്, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുമ്പം നാളെയാകാൻ ഇനി അരമണിക്കൂർ കൂടി ഉള്ളൂ, എന്നിട്ടും എന്നോട് പറഞ്ഞില്ല കേട്ടോ, ഇവിടെ വന്നിട്ട് ഇത്രയും സമയമായി എന്നിട്ടും എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം ആകെ ടെൻഷൻ ആകുന്നുണ്ട് നന്ദുവിന്. എന്നിട്ട് നന്ദു അവരോട് ചോദിക്കുക, ഞാൻ ഇവിടുന്ന് 10 മണിക്ക് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങിയതല്ലേ, അന്നേരം നിങ്ങൾ ഈ കേക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിക്കുവാണ്. അന്നേരം അവർ പറയും ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ സാറ് വന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്, പിന്നെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാമെന്ന് ഓർത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയും. അന്നേരവും നന്ദു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കൊണ്ട് പോകണമെന്ന്. അതൊക്കെ നവീൻ ഒന്നുമില്ല, ഏതായാലും ഇവർ കേക്ക് മേടിച്ച സ്ഥിതിക്ക് ആ കേക്ക് മുറിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ, വന്നേ നന്ദു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കേക്ക് മുറിക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. വേറെ നിവൃത്തിയില്ല, അനി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് നവീനോട് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് നന്ദു അവരുടെ കൂടെ അകത്തോട്ട് കയറി ചെല്ലുന്നു. അകത്ത് ചെന്ന് കേക്ക് മുറിക്കുവാണ്. കേക്ക് മുറിക്കുമ്പം നന്ദുവിൻ്റെ ഫോൺ അവിടെ നിൽക്കുന്ന ഒരു ലേഡി കോൺസ്റ്റബിളിൻ്റെ കയ്യിലായിരുന്നു. കേക്ക് മുറിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും 12 മണിയായിരിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട്, അപ്പോൾ ബർത്ത്ഡേ ഗേളിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, നമുക്ക് ബർത്ത്ഡേ ദിവസമായി ഇനി കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിച്ച് ഒരു പീസ് നവീൻ്റെ വായിലോട്ട് കൊടുക്കുമ്പം തന്നെ നവീൻ അതിന് ഒരു പീസ് എടുത്ത് നന്ദുവിൻ്റെ വായിലോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കറക്റ്റ് ടൈമിൽ അനി നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കും. അന്നേരം ആ ഫോൺ വീഡിയോ കോളായിരുന്നു, അത് ഓപ്പൺ ആക്കിയിട്ട് ആ ലേഡി പറയുന്നുണ്ട്, അതെ ഇവിടെ മേഡത്തിൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ടാണ് മേഡം ഫോൺ എടുക്കാത്തത്, ദേ കണ്ടോ എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്നതേ എനിക്ക് ഹൃദയം തകർന്നു പോവുക, പാവം. ആകപ്പാടെ നവീൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ സീൻ കാണുന്നത്, രണ്ടുപേരും കേക്ക് പരസ്പരം വാങ്ങി വെച്ച് കൊടുക്കുന്നത്. അത് കാണുന്നത് വിഷമം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അനി ഓർക്കുന്നുണ്ട്, ഞാനല്ലേ അവളോട് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന കാര്യം പറഞ്ഞത്, ഞാനിവിടെ 10 മണി തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ, എന്നിട്ടാണ് അവൾ ഈ പരിപാടി കാണിച്ചത്. ഓരോ കാര്യങ്ങൾ അവളുടേതായ രീതിയിൽ ചെയ്യാൻ വേണ്ടി അവൾ ഓരോ സമയം കണ്ടെത്തുവാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുവാണ് അനി. ആകെ വിഷമാവുന്നുണ്ട് അനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്യാനായി നിന്ന ആ ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, സാർ മേഡം ഇതുവരെ വന്നില്ലല്ലോ, 12 മണി കഴിഞ്ഞു എന്ന്. അന്നേരം ദേഷ്യപ്പെട്ട് അനി ചോദിക്കുന്നുണ്ട്, 12 മണി കഴിഞ്ഞു, എനിക്ക് ഇനി 12 മണി കഴിയാതിരിക്കാൻ വേണ്ടി ഭൂമിയെ പിടിച്ച് നിർത്താൻ പറ്റുമോ, ഇല്ലല്ലോ, സമയം കഴിഞ്ഞു പോകും എന്ന് പറയും. അന്നേരം ഇനി മേഡം വരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല വരുമോ ഇല്ലയോ എന്നൊന്നും, ഏതായാലും വരുവാണെങ്കിൽ അവളോട് തന്നെത്താൻ ഈ കേക്ക് മൊത്തം തിന്ന് തീർത്തോളം പറ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അനി ആകെ വിഷമിച്ച് ദേഷ്യപ്പെട്ട് പോരുവാണ്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ കേക്ക് മുറി എല്ലാം കഴിഞ്ഞു. കേക്ക് മുറിച്ച് കഴിഞ്ഞ് നന്ദു വരുമ്പോഴത്തേക്കും ലേഡി പറയുന്നുണ്ട്, അനിസാറ് വിളിച്ചായിരുന്നു, വിളിച്ചപ്പോൾ ഞാനിവിടെ കേക്ക് മുറിക്കുന്ന സീനൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ, ഏതായാലും സന്തോഷമായി കാണുമെന്ന് പറയുമ്പോഴേക്കും നന്ദുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് ശരി, എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ പോകുക എന്ന് പറയും. അന്നേരം നവീൻ ചോദിക്കും, എന്തിനാ നന്ദു ഇങ്ങനെ തിരക്ക് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 12 മണി കഴിഞ്ഞില്ലേ, അമ്മയും അച്ഛനും നോക്കിയിരിക്കുമായിരിക്കും നവീനേട്ടാ, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം നവീൻ ഞാൻ കൊണ്ടുവിടാം, 2 പേർക്ക് സ്കൂട്ടറാണ്, പിന്നെ ഇപ്പം ഞാൻ കൊണ്ടുവിടാം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും നന്ദു പറയുന്നുണ്ട്, വേണ്ട നവീനേട്ടാ ഞാൻ സ്കൂട്ടറിന് പോയിക്കോളാം എന്ന്. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോരുവാണേ. അന്നേരം നവീൻ മനസ്സിലോർക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു നിമിത്തമാണ്, അല്ലെങ്കിൽ അവന്മാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും എനിക്കിവിടെ വരാനും നന്ദുവിനോട് സംസാരിച്ചിരിക്കാനും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവൾക്ക് കേക്ക് മുറിച്ച് വായു വെച്ച് കൊടുക്കാനൊക്കെ സാധിച്ചില്ലേ, അതൊരു നിമിത്തമാണ് എന്നോർത്ത് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് നവീൻ. അതുപോലെ അവരൊക്കെ പോന്നു കഴിയുമ്പം അവിടെ നിൽക്കുന്ന ബാക്കി ഓഫീസർമാർ അവർ പറയുന്നുണ്ട്, മേഡം മിക്കവാറും അനിസാറിനെ കാണാനായിരിക്കും പോകുന്നത്, അതാ ഇത്ര പരക്കം പാച്ചിൽ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടുന്ന് 100 വിട്ടു പോരുവാണ്. അങ്ങനെ ഓടിപ്പിടിച്ച് അനി പറഞ്ഞ ആ സ്പോട്ടിലേക്ക് എത്തുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ ആരുമില്ല, ചുറ്റും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം അനിയെ കാണുന്നില്ല. അന്നേരം ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നേക്കും അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ വരും. ഇതിനിടയ്ക്ക് നന്ദു 2-3 പ്രാവശ്യം അനിയെ വിളിക്കുന്നുണ്ട്. അനി ആകെ വിഷമിച്ച് വണ്ടി വന്ന് ചാരി കിടക്കുമായിരുന്നു കേട്ടോ. ഫോൺ എടുക്കും, നോക്കും, നന്ദുവാന്നറിയും, കട്ട് ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ആ ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുവാണ് നന്ദുവിനോട്, മേഡം എന്താ താമസിച്ചത്, അനിസാറ് ഇവിടെ 10 മണി തൊട്ട് കാത്തിരിക്കുമായിരുന്നു, കുറേ നേരം കാത്തിരുന്നു, 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ സ്വഭാവമൊക്കെ മാറി വയലൻ്റ് ആയിട്ടാണ് പോയത്, വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, മേഡം വരുമെന്ന് പറഞ്ഞ് മേഡം താമസിച്ചു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു വേറൊരു പ്രശ്നത്തിൽ പെട്ടുപോയി, അങ്ങനെ താമസിച്ചു പോയതാ എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പിണക്കത്തിന് കാരണമാകും, അതുകൊണ്ട് ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ
വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്ന്. അന്നേരം അവൻ പറയും ഒന്നുകൂടെ വിളിച്ചു നോക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പിണക്കം ഇത്തിരി കൂടുതലായിരിക്കും, ആ പിണക്കം മാറാൻ ഇത്തിരി സമയം എടുക്കും, അതുകൊണ്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നന്ദു വിളിക്കുന്നുണ്ട്, പക്ഷേ അനി ഫോൺ എടുക്കുന്നില്ല. അനി ആ ഫോൺ വീണ്ടും വീണ്ടും കട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ആകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.